തിരുവല്ലയിൽ ഒരു കേസ് നടന്നു. കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷിക്കോ കേരള ചരിത്രത്തിലോ ഞെട്ടിക്കുന്ന സംഭവമാണ് തിരുവല്ലയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം ഹീനമായിട്ടുള്ളൊരു റേപ്പ് ഇൻസിഡന്റ് അവിടെ നടന്നപ്പോൾ നമുക്ക് എന്താ ഈ തിരുവല്ല നമ്മൾ കുറച്ച് ദിവസം മുൻപ് കേൾക്കുന്നുണ്ട്. അവിടെ വീണ്ടും പറയാണ്, ഒരു പരാതിക്കാരിയെ ഡിസ്റെസ്പെക്ട് ചെയ്യല്ല, പക്ഷേ തിരുവല്ല നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നു. തിരുവല്ലയിലേക്ക് ഒരു സ്ത്രീ വന്നതും അവിടെ ഒരു റൂം എടുത്തതും അതിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളും ഇപ്പൊ നടക്കുന്ന കേസുകളും ഒക്കെ. അങ്ങനെ എത്തിയ സ്ത്രീ റേപ്പിന് കേസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി അവിടെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ ജെനുവിൻ കംപ്ലൈന്റ്സിന് അഡ്രസ് ചെയ്യാൻ പറ്റണം. റേപ്പ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഹീനമായി കടന്നു പോകുന്ന മാനസികാവസ്ഥയാണ്. അതിന് കൊടുക്കുന്ന നിയമപരീക്ഷയ്ക്ക് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആക്രമണത്തിനായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ ആക്രമണമായിട്ട് പേഴ്സണൽ ഗെയിനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു ബാലൻസിംഗ് വേണം. അതിനായിട്ട് പുരുഷ കമ്മീഷൻ ഉറപ്പായിട്ടും ഉണ്ടാകേണ്ടതിന്റെ ദുരവസ്ഥ നാളെ കാലത്ത് അത് ന്യൂട്രലിറ്റിയിലേക്ക് ഡിസോൾവ് ചെയ്ത് സിറ്റിസൺ എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി യൂണിക് ഐഡന്റിറ്റിയിലേക്ക് ചുരുങ്ങി മാറുവാൻ, വികസിച്ച് മാറുവാൻ. റേപ്പ് ചെയ്ത് 6-ാം ദിവസം നീട്ടം കൊടുത്തു. ഈ കേസാണ് റേപ്പ് ചെയ്ത് 6-ാം ദിവസം റേപ്പ് ചെയ്തവന് 10,000 രൂപ വിഷുക്കൈ നീട്ടം. ഏപ്രിൽ ഒരു കാര്യം കൂടെ, വനിതാ മാധ്യമ പ്രവർത്തക പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിലെ സ്ക്രീൻഷോട്ട് നമ്മൾ എല്ലാവരും കണ്ടു. ആ സ്ക്രീൻഷോട്ടിൽ ഒരു സ്ക്രീൻഷോട്ടിൽ മാത്രം ഡേറ്റ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഫെനി കൃത്യമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്താ കാര്യം? ഏപ്രിൽ 14 എന്താ ദിവസത്തിലെ പ്രത്യേകത? റേപ്പ് നടന്ന് 6-ാമത്തെ ദിവസം. അതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അന്ന് വിഷു ആയിരുന്നു. അപ്പൊ വിഷു കൈനീട്ടം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൈം വാസ് ഓൾറെഡി ഫാബ്രിക്കേറ്റഡ് എന്ന് ക്ലിയർ ആവുകയാണ്. അത്തരത്തിലുള്ള ക്രൈമുകൾ ഇല്ലാതാക്കപ്പെടണം. പീഡിപ്പിച്ചവൻ ആരെങ്കിലും ഷാമ്പു മേടിപ്പിച്ചു കൊടുക്കൂ. ഈ റേപ്പിനെ പോലെ ഭീകരമാണ് വ്യാജ റേപ്പ് പരാതി എന്ന് കോടതികൾ പലപ്പോഴും പറയുന്നത്. റേപ്പ് ചെയ്തു, മുഖത്തു തുപ്പി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഷാമ്പു, അവന് ചെരുപ്പ്, അവന് 10,000 രൂപ വിഷു കൈനീട്ടം കൊടുക്കൂ. അപ്പം വ്യാജ റേപ്പ് കേസല്ലേ നടന്നത്? അതിനുവേണ്ടിയല്ലേ ഫ്ലാറ്റ് വാങ്ങിയാന്ന്. ഈ 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ കിടന്നത് എന്തിനു വേണ്ടിയാ? ഈ വ്യാജ റേപ്പ് പരാതിയിലാണ്. ആദ്യ പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എന്നെ 16 ദിവസം ജയിലിലിട്ടത്. ഇതാണ് ഇന്ന് സുപ്രീം കോടതി മാറ്റിയ വിധി. ഒക്കത്തിനു വേണ്ടി മാത്രം ഒരു വേദിയാണ് പുരുഷ കമ്മീഷൻ. ഞാനിത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റേദർ തന്നെ പുരുഷ കമ്മീഷൻ ഇപ്പൊ ഈ ദീപകിന്റെ വിഷയമാണെങ്കിലും കേരളത്തിലെ സ്പേസ് പൊളിറ്റിക്സ്, ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലായാലും അതിജീവിതയും മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ചാറ്റുകളിലെ 2 ഫ്ലാറ്റ് റൂമുള്ള വീട് വേണമോ 3 ഫ്ലാറ്റ് റൂം വേണോ എന്നത് സംബന്ധിച്ച് ചർച്ച കേരള സമൂഹം കാണുകൾ കഴിഞ്ഞു. അല്ലല്ല പറയട്ടെ, ഇവിടെ സ്പേസ് പൊളിറ്റിക്സും പറയട്ടെ, ഇവിടെ മറ്റ് വിദേശ രാജ്യങ്ങളെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്പേസ് പൊളിറ്റിക്സിൽ വളരെ ാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.